ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പ്രേമിച്ചവരെ തേച്ച് പോകുന്നത് നീചമായ ഒരു കാര്യമാണ്. ദൈവവചനത്തിലും നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ യൗവനം നമ്മളായിട്ട് തുലച്ചോ എന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മളായിട്ട് നമ്മുടെ യൗവനം തുലച്ചോ, അതുപോലെ തന്നെ പ്രേമിച്ചവരെ തേച്ചു പോകുന്ന ആ ഒരു നീച പ്രവൃത്തി അത് ചെയ്യാനിട വന്നിട്ടുണ്ടോ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യൗവനത്തിലെ വിഷയലമ്പടത്വം. അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എസെക്കിയേൽ 23 അധ്യായം അതിൻ്റെ 21 വചനം എടുക്കുമ്പോൾ, എസെക്കിയേൽ 23:21 അവിടെയാണ് നിൻ്റെ യൗവനത്തിലെ വിഷയലമ്പടത്വം നീ കൊതിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ യൗവനത്തിലെ വിഷയലമ്പടത്വം? ഇംഗ്ലീഷിൽ പറയും ല്യൂട്ട്നെസ്. അതിൻ്റെ മലയാളം അർത്ഥം എന്ന് പറഞ്ഞാൽ നീചത്വം, നീചമായ ഒരു കാര്യം. ഈ ല്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെടുന്നതാണ് അശ്ലീല പ്രവൃത്തികൾ, അതുപോലെ തന്നെ ആഭാസകരമായ നടപടി, കാമാതുരത്വം. ഇതെല്ലാം ല്യൂട്ട്നെസ് എന്ന ഇംഗ്ലീഷ് പദം അർത്ഥമാക്കുന്ന കാര്യങ്ങളാണ്. യൗവനത്തിലെ വിഷയ ലമ്പടത്വം. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു യുവാവ് അവനൊരു ദിവസം ഒരു സ്ത്രീയെയും അതിൻ്റെ കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിൽ വന്ന് താമസമായി. ഈ സ്ത്രീ വേറൊരു വ്യക്തിയിൽ നിന്നുണ്ടായ കുഞ്ഞാണ്. ഇനി അവരിട്ടേച്ച് പോയി, കുഞ്ഞിൻ്റെ അപ്പനിട്ടേച്ച് പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവനെന്തോ വീരോചിതമായൊരു കാര്യം ചെയ്തതുപോലെ, അവളെ കല്യാണം കഴിച്ചിട്ടില്ല, അവളെ കൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തുടങ്ങി. അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഈ വീട്ടിൽ താമസിക്കുക. വീട്ടുകാരവൻ്റെ മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വളരെ നീചമായ ഒരു കാര്യമായിട്ടാണ് അവർക്കത് തോന്നിയത്. പക്ഷെ അവന് എന്തോ വീരോചിതമായൊരു കാര്യം ചെയ്തതുപോലെ. അവസാനം ഇവർ ആ വീട്ടിൽ നിന്നിറങ്ങി വാടക വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി. എന്നിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം എന്തോ വീരോചിതമായൊരു കാര്യം അവൻ ചെയ്തതുപോലെയാണ് അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയത്. ചിലപ്പോൾ യൗവനത്തിൻ്റെ ആ തിളപ്പിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വീരോചിതമെന്ന് കരുതി, എന്നാൽ ലമ്പടത്വമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയെന്ന് വരും. വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ യൗവനം വേണമെങ്കിൽ നമുക്ക് തുലയ്ക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ളതല്ല യൗവനം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, യൗവനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യായുസിൻ്റെ കുതിരബലമാണ്. കുതിരബലം. ഇത് വേണമെങ്കിൽ നല്ലതിന് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇത് വേണമെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക്, പാപകരമായ കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തി ആവേശത്തോടെ പാപത്തിൽ മുഴുകാൻ പറ്റും. സുഭാഷിതങ്ങൾ 2 അധ്യായം 17 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രേമിച്ചവരെ, സ്നേഹിച്ചവരെ തേച്ചിട്ട് പോകുന്നത് ആരാണ്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഇതാണ്, സ്വൈരിണി. അവരാണ് അപ്രകാരം ചെയ്യുക. ഇംഗ്ലീഷിൽ ലൂസ് വുമൺ എന്ന് പറഞ്ഞാൽ വഴിതെറ്റി മാർഗഭ്രംശം സംഭവിച്ചൊക്കെ ജീവിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നൊരു കാര്യം. സ്വൈരിണി, അവൾക്ക് ചേർന്നതാണ് ഇങ്ങനെ സ്നേഹിച്ചവരെ തേച്ചിട്ട് പോകുന്നത് എന്ന് കർത്താവിൻ്റെ വചനം പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. യൗവനം നമുക്കറിയാമല്ലോ, 6 പാക്ക് ബോഡിയൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിച്ച് അതിനായിട്ട് പലരും പരിശ്രമിക്കുന്നത് കാണാൻ പറ്റും. യൗവനത്തിൽ അത് ചെയ്താലേ ഫലമുള്ളൂ. ഇനി 10, 40, 50 വയസ്സൊക്കെ ആയിട്ട് പിന്നെ ജിമ്മിൽ പോയിട്ടോ 6 പാക്ക് ബോഡി ഉണ്ടാക്കാൻ പരിശ്രമിച്ചിട്ടോ അത് ഫലപ്രദമാകില്ല എന്ന് നമുക്കറിയാം. യൗവനം നമ്മുടെ മനുഷ്യായുസിൻ്റെ കുതിരബലമാണ്. ഇനി അവിടെ ഈ കുതിരബലം നമുക്ക് നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. യൗവനത്തിൽ വേണമെങ്കിൽ നമുക്ക് വിശുദ്ധരായി മാറാൻ പറ്റും. അങ്ങനെ സെയിൻസ് അണ്ടർ 20 ഓർ അണ്ടർ 30, 20 വയസ്സാകുന്നതിന് മുമ്പ് മരണപ്പെട്ട വിശുദ്ധരെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 30 വയസ്സാകുന്നതിന് മുമ്പ് മരണപ്പെട്ടെന്നാൽ സ്വർഗത്തിലെത്തിയ വിശുദ്ധരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഫ്രാൻസിസ്കോ, ജസീന്ത ഇവരൊക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ്. വാഴ്ത്തപ്പെട്ട അന്റോണിയേറ്റ മരിക്കുമ്പം 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇമൽഡ 12 വയസ്സ് പ്രായത്തിൽ മരിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഡൊമിനിക് സാവിയോ 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോൾ. മരിയ വരെത്തി അണ്ടർ 12. പിന്നെ കാർലോസ് അക്വിറ്റിസ്, ഇങ്ങനെയുള്ളവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ചെറുപ്രായത്തിൽ വിശുദ്ധരായിട്ട് ജീവിച്ച് മരിച്ച വ്യക്തികളാണ്. ഇനി ആ പ്രായത്തിൽ തന്നെ മരിച്ചെങ്കിലും അവർ വിശുദ്ധരായി ലോകം മുഴുവൻ അവരെ ഇന്ന്
ആദരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ യൗവനം വേണമെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 30-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റ് വീഴാം എന്ന് പറഞ്ഞാൽ അല്ലാത്തവർ അതിനു മുമ്പ് ശക്തിയേറ്റ് വീഴാം. ചെറുപ്പക്കാർക്കാണ് പിന്നെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. പിന്നെ ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റ് വീണേക്കാം. പക്ഷേ ഏത് പ്രായക്കാരും കർത്താവിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ചിറകടിച്ചുയരും, കഴുകന്മാരെ പോലെ അവർ പറന്ന് ഉയരും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം പറയുന്നത്, നിൻ്റെ യൗവനത്തിലെ ഭാര്യ അവൾ നിനക്ക് വേണ്ടിയുള്ള വ്യക്തിയായിരിക്കണം, മറ്റൊരാൾക്ക് വേണ്ടിയുള്ള വ്യക്തി ആകരുത്. അന്യൻ്റെ ഭാര്യ നിനക്ക് വേണ്ടിയുള്ളതുമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 47-14-ാമത്തെ വചനം എടുക്കുമ്പോൾ, യൗവനത്തിൽ സോളമൻ്റെ ജ്ഞാനം നദി പോലെ അവനിലേക്ക് ഒഴുകിയിരുന്നു എന്നാണ് പറഞ്ഞു. അല്ലെങ്കിൽ നദി പോലെ അവനിൽ നിന്നും അജ്ഞാനം ഒഴുകിയിരുന്നു യൗവനത്തിൽ. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, യൗവനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ യൗവനത്തിൽ ചെയ്യണം. മാറ്റിവെച്ചാൽ അത് നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ 25-3-ാമത്തെ വചനം ചോദിക്കുകയാണ്, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് സമ്പാദിക്കാൻ പറ്റും? അത് പ്രാർത്ഥനയാണേലും ആത്മീയതയാണേലും ശുശ്രൂഷാ ജീവിതമാണേലും അതൊക്കെ നമ്മൾ യൗവനത്തിൽ ആരംഭിക്കേണ്ടതാണ്. പിന്നെ എങ്ങാനും റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ ഉണ്ടാകണമെന്നില്ലെന്ന്. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ, യൗവനത്തിലെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സഭാപ്രസംഗൻ 12-ാം അധ്യായം വായിക്കുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നിൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താത്ത ഒരു ദുരവസ്ഥ വരുന്നതിന് മുമ്പ് ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഇതൊക്കെ നമ്മൾ യൗവനത്തിൽ ചെയ്യേണ്ടതായ കാര്യമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 6:18 വായിച്ചാലോ, യൗവനത്തിലെ ജ്ഞാനസമ്പാദനം തുടങ്ങുക, വാർദ്ധക്യത്തിലും അത് തുടരുക. അപ്പോൾ നോക്കിയേ, എവിടെ തുടങ്ങണം, എവിടം വരെ അത് തുടരണം എന്നുള്ളതെല്ലാം കർത്താവ് നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, സാമുവേൽ ഏലിയുടെ കീഴിൽ ചെറുപ്പത്തിലെ തന്നെ ബാലനായിരിക്കെ തന്നെ ശുശ്രൂഷാ ജീവിതം ആരംഭിച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റിവെച്ച് പോകരുത് എന്നുള്ളതാണ് ഈ വചനഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മാറ്റിവെച്ചാൽ ഒരുപക്ഷെ നടക്കാതെ പോയെന്ന് വരും എന്നുള്ളത് നാം തിരിച്ചറിയണം. വീണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്, നമ്മുടെ യൗവനം വേണമെങ്കിൽ നമുക്ക് വിരൂപമാക്കാം. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എസെക്കിയേൽ 23-21 നമ്മളെ പഠിപ്പിക്കുക. യൗവനത്തിലെ വിഷയലമ്പടത്വം അത് വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില വചനഭാഗങ്ങൾ. സുഭാഷിതങ്ങൾ 2:17 വായിച്ചാൽ അവിടെ നമ്മൾ കണ്ടതാണ്, ഈ പ്രേമിച്ചവരെ സ്നേഹിച്ചവരെ തേച്ചിട്ട് പോകുന്നത് ആരുടെ ഒരു പ്രവണതയാണ്? ലൂസ് വുമൺ, സ്വൈരണികൾ ചെയ്യുന്നൊരു കാര്യമാണ്. 2:16 പറഞ്ഞിട്ടുണ്ട്, അത് ദുഷ്ചരിതയും സ്വൈരണിയും ചെയ്യുന്ന കാര്യമാണെന്ന്. ജോബിൻ്റെ പുസ്തകം 13:26, ജെറമിയ 31:19 ഇതെല്ലാം യൗവനത്തിൽ ചെയ്ത പാപം പിന്നീട് അവരുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമായി മാറിയത്, സഹനമായി മാറിയത്, രോഗമായി മാറിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ മനോഹരമായൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. 25-7 വചനം, എൻ്റെ യൗവനത്തിലെ പാപങ്ങൾ ഓർക്കരുതേ. ദൈവത്തോട് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു സങ്കീർത്തകനെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രാർത്ഥനയോടെ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമ്മുടെയും യൗവനത്തിൽ വന്നുപോയ സകല പാപങ്ങൾക്കും ആ വിഷയലമ്പടത്വത്തിന് ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.